നമസ്കാരം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് നിറയാറുണ്ടോ? എന്താണ് ഇതിൻ്റെ പുറകിലുള്ള കാരണം? ഹിന്ദുമതത്തിൽ വിളക്ക് കൊളുത്തിയ ശേഷമേ പ്രാർത്ഥന വളരെ പവിത്രവും ശക്തവുമായ ഒരു ആചാരമായി കണക്കാക്കപ്പെടുന്നു. മിക്കവാറും എല്ലാ വീട്ടിലും ദിവസവും പ്രാർത്ഥനയും പൂജയും നമ്മൾ ചെയ്യാറുണ്ട്. ആത്മാർത്ഥമായ ഹൃദയത്തോടും ഭക്തിയോടും കൂടി ചെയ്യുന്ന ആരാധന മനസ്സിന് സമാധാനം നൽകുക മാത്രമല്ല, വീട്ടിൽ പോസിറ്റീവ് എനർജി നിലനിർത്തുകയും ചെയ്യും എന്നതാണ് സത്യം. ചിലപ്പോൾ പൂജയ്ക്കിടെ ചില സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരുന്നത്, കൈകൾ പൊള്ളുന്നത്, അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള കോട്ടുവായിടൽ എന്നിവ. ഇവ നല്ല ലക്ഷണങ്ങളാണോ അതോ മോശമായ ലക്ഷണങ്ങളാണോ? വേദഗ്രന്ഥങ്ങളിൽ ഇവയെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയാൽ തുടങ്ങുന്നത് ഒരു ശുഭസൂചനയാണ്. മനസ്സ് പൂർണ്ണമായും ഭക്തിയിൽ മുഴുകുമ്പോൾ വികാരങ്ങൾ കണ്ണുകളിലൂടെ പുറത്തേക്ക് ഒഴുകുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇത് നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവത്തിൽ എത്തിച്ചേരുന്നുവെന്നും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുന്നുവെന്നും സൂചിക്കപ്പെടുന്നു. വിളക്ക് കൊളുത്തുമ്പോഴോ കർപ്പൂരം കത്തിക്കുമ്പോഴോ നിങ്ങളുടെ കൈ പൊള്ളിയാൽ പൂജയ്ക്കിടെ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നതിൻ്റെ സൂചനയാണ് ഇത്. മതവിശ്വാസം അനുസരിച്ച് ആരാധനയ്ക്കിടെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും പുലർത്തണമെന്ന് ഒരുതരം മുന്നറിയിപ്പ് ആണ് തരുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അടുത്ത തവണ പൂജ നടത്തുമ്പോൾ മാനസിക ഏകാഗ്രത നിലനിർത്തുകയും ആചാരങ്ങൾ ശരിയായി പാലിക്കുകയും ചെയ്യുക. ആരാധനയ്ക്കിടെ ആവർത്തിച്ച് കോട്ടുവായി ഇടുകയാണെങ്കിൽ അതൊരു ശുഭസൂചന അല്ല. ഇത് ശരീരത്തിലോ മനസ്സിലോ ചില നെഗറ്റീവ് എനർജി സജീവമാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഇത് പൂജയെ തടസ്സപ്പെടുത്തുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ആദ്യം മാനസികമായി സ്വയം ശുദ്ധീകരിക്കാൻ ശ്രമിക്കുക. ശാന്തമായ മനസ്സോടെ ധ്യാനിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുക.